ഫഹദ് ഫാസിൽ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സിനിമ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ ബസ്സിലിരുന്നുകൊണ്ട് ഈ ഫഹദ് ഫാസിൽ ഒരു കള്ളനായിട്ടാണ്. അതുപോലെ ഇവർ രണ്ടുപേരും സുരാജ് വെഞ്ഞാറമൂടും ഫഹദ് ഫാസിലും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണത് കേട്ടോ. ഈ സുരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആ സ്ത്രീ അവർ ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. ആ ബസ്സിൽ അതിൻ്റെ പുറകിലെ സീറ്റിലാണ് ഈ കള്ളനായിട്ടുള്ള ഫഹദ് ഇരിക്കുന്നത്. നല്ല ഒന്നാം തരം കള്ളൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അനങ്ങാതിരുന്നിട്ട് അവരുടെ മാല, ഈ കഴുത്തെ കിടക്കുന്ന മാല വലിച്ചൂരിയിട്ട്, അവർ പാവങ്ങളാണ്, വേറൊന്നും ഉള്ളവരല്ല, ഈ മാലയേ ഉള്ളൂ, താലിമാലയാണ്, അത് വലിച്ചൂരി അതങ്ങ് വിഴുങ്ങി ആൾ പിടിക്കും. എന്നിട്ട് അനങ്ങാതിരുന്നു. പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻ്റായി, ഇയാളെ പിടികൂടി അവിടെ കൊണ്ടുവന്നു. പോലീസുകാർ പരിശോധിച്ചു. ചോദിക്കുമ്പോഴെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞായിരിക്കുന്നത്. അവസാനം ഇവന് പഴമോ ഏതാണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഇയാൾ ഇനി ഇത് വയറ്റിലുണ്ട് എന്ന് ഈ സ്ത്രീ പറഞ്ഞു, തീർത്ത് പറഞ്ഞു, എൻ്റെ മാല വിഴുങ്ങിയെന്ന് ഞാൻ കണ്ടതാണ്, അത് വിഴുങ്ങിയത് തന്നെയാണ്, ഇയാൾ തന്നെയാണ് എന്ന് തീർത്ത് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ നോക്കിയാൽ ഇയാൾ നല്ല കള്ളനാണ്, അത് കാരണം അനങ്ങത്തില്ല, ഒന്നുമില്ല. ചോദിച്ചാൽ ഞാൻ എടുത്തിട്ട് ഇവർക്ക് തോന്നിയതാന്ന് പറയും, ഇവർ സ്വപ്നം കണ്ടാന്ന് പറയും. അപ്പോൾ അവസാനം ഇവർ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പഴമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെ ഒരു വെളിം പ്രദേശത്ത് മലവിസർജനത്തിനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ദൂരെ മാറ്റി നിർത്തുകയാണ്. സുരാജ് വെഞ്ഞാറമൂടും പോയി നിൽക്കുന്നുണ്ട് ഇത് ദൂരെ കാണാൻ. അപ്പോൾ ഇയാൾ ഇതും കഴിഞ്ഞ് വിസർജിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുക, ഒരൊറ്റ ഓട്ടം ഇതെടുത്തുണ്ട്. അതിൻ്റെ പുറകെ സുരാജ് വെഞ്ഞാറമൂടും വളരെ കഷ്ടപ്പെട്ട് നടന്ന അവസാനം ഒരു തോട്ടിലുമൊക്കെ ഇറങ്ങി വീണ് മറിഞ്ഞ് ഇയാളെ പിടികൂടി. എങ്കിലും അതൊന്നും കിട്ടിയില്ല, അയാളുടെ കയ്യിലൊന്നുമില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവസാനം അയാൾ വെളിവാക്കുന്നുണ്ട്, അയാൾ സ്വമേധയാ വെളിവാക്കുന്നുണ്ട്. മാല താണ്ട് ഇന്നിടത്ത് കിടപ്പുണ്ട്, അയാൾ ഈ തോട്ടിൻ്റെ കരയിലോട്ട് ഒരിടത്തോട്ട് എറിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് അവസാനം പിന്നെ പോയി അത് റിക്കവറി നടത്തി എടുക്കുന്ന തിരിച്ച്, അതിന് പകരം ഒരു പോലീസുകാർ ഈ സ്വർണ്ണമാല പണിഞ്ഞു കൊടുക്കാൻ വരെ നിർത്തി അയാളുടെ ജോലി പോകും എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഈ മാല അവസാനം തിരിച്ചു കിട്ടുന്നതാണ് അതിൻ്റെ പ്രമേയം. അതിന്നലെ ഈ കോഴിക്കോട് യഥാർത്ഥത്തിൽ നടന്നു. അതായത് ഒരു ഒരു കോഴിക്കോടല്ല നടന്നത്, നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ, ഒരു പീഡിയാട്രീഷ്യൻ്റെ ക്ലിനിക്കിൽ ഒരു അമ്മയും കുഞ്ഞും കൂടെ വന്നു. കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. കുഞ്ഞവിടെ വരാന്തയിൽ ഓടി നടന്ന് കളിച്ചുകൊണ്ട് നിൽക്കുക. ഈ 9-ാം തീയതി, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം. രാത്രി ഒരു 10 മണിയോടെ അവിടെയാണ്. അപ്പോൾ ആ കുഞ്ഞ് അന്നേരം ഇവരുടെ സമയമാകുമ്പോൾ തുണ്ട് വെച്ചാൽ വിളിക്കുന്നത്, ടോക്കൺ അനുസരിച്ച് വിളിച്ചു. ഇവർ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു 3.5 പവൻ്റെ, അല്ല 3.5 പവനില്ല, ഏതാണ്ട് 3.5 ഗ്രാം തൂക്കം വരുന്ന 3.5 ഗ്രാം. 3.5 ഗ്രാം എന്ന് പറഞ്ഞാൽ സ്വർണം 3.5 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ വിലയാണ്. 3.5 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് വില വരും, 50,000 രൂപ വരും. അപ്പോൾ അത് ഈ ഒരു സമീന എന്ന് പേരുള്ള ഒരു സ്ത്രീ, 35-കാരിയാണ്, അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ കുഞ്ഞിനെ താലോലിക്കുന്നതൊക്കെ കണ്ട ആളുകളുണ്ട്. അന്നേരം മനസ്സിലായി ഈ സ്ത്രീയാണെന്ന് മനസ്സിലായി. പിടികൂടി, എല്ലാം പിടിച്ച് പോലീസ് വന്നു. പോലീസ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തും അനങ്ങില്ല. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇവർ വിഴുങ്ങിയെന്നാണ് മനസ്സിലായത് ഇവർക്കൊക്കെ. എല്ലാവർക്കും അറിയാം ഇവർ വിഴുങ്ങിയതാണെന്ന്. ഇല്ലെന്ന് പറഞ്ഞു, തീർത്തു പറഞ്ഞില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ. അങ്ങനെ ഇവരെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വയറ്റിൽ ഈ മാല കിടപ്പുണ്ട്. അത് കണ്ടുപിടിച്ചു. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഇടി കൊടുത്ത് ശരിയാക്കിയാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ പഴമൊന്നും മാറ്റി കൊടുക്കാതെ ഇടി കൊടുത്തത് ഇനി വെളി വരുന്ന പരിപാടിയുണ്ട്. അത് പണ്ട് ചെയ്തനെ, ഇന്നിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോലീസുകാർ എനിമയൊക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുക. അതായത് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇത് ഇവിടെ മല വിസർജനത്തിനായിട്ട് നോക്കി ഒരു 3 പോലീസുകാരികൾ കാത്തിരിക്കുക. ഒന്ന് ആലോചിക്കുള്ളൂ അവരുടെ ഗതികേട്. ഇതുപോലുള്ള കള്ളികൾ എങ്ങനെ ഇത് നമുക്ക് പറയാൻ പറ്റും? ഒരുപാട് സ്വർണ്ണം ഇതുപോലെ മോഷ്ടിക്കാറുണ്ട്. വിഴുങ്ങി കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ എക്സ്റേ എടുത്താൽ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട്
ആ മെക്കാനിസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിലോ ഇവർ പോകുന്നിടത്തെല്ലാം, കക്കൂസ് പോകുന്നിടത്തെല്ലാം നമുക്ക് നടക്കാൻ പറ്റുമോ? മാത്രമല്ല ഇത് ക്ലോസറ്റിൽ ഇരുത്താൻ പറ്റത്തില്ല ഈ കക്ഷിയെ. കാരണം ക്ലോസറ്റ് ഇരുത്തി മാരങ്ങ് അതിനകത്ത് പോവും. അതോടുകൂടി അതങ്ങ് നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ഇവരെ വെളിമ്പ്രദേശത്തോ അല്ലെങ്കിൽ ഈ അല്ലാത്ത പ്രതലത്തിലോ വേണം ഈ മലവിസർജനത്തിനകത്ത് ഇരുത്താൻ. ഏതായാലും വളരെ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് പോലീസുകാരികൾ 3 പോലീസുകാരികൾ ഇതിന് കാവലിരിക്കുകയാണ്. കാരണം ഇവർ ഈ മല വിസർജനം നടത്തുന്നത് കാത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അവരുടെ ജോലി വളരെ കഷ്ടമാണ്. അതുപോലെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കളിക്കാൻ വിടുന്നവരും കുഞ്ഞിൻ്റെയൊക്കെ കഴുത്തിൽ ഈ മാല ഇട്ട് കൊടുക്കുന്നവരെ വേണം അടിക്കാൻ. കാരണം ഈ കുഞ്ഞുങ്ങളെ എന്തിനീ സ്വർണം അണിയിക്കുന്നു? സ്വർണം അണിയിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെയല്ല, ഇപ്പം പ്രായമുള്ളവരായാൽ പോലും സ്വർണം അണിയരുത്, എടുക്കരുത്. അതിന് പകരം എന്താണെന്നറിയാം, വല്ല 14 കാരറ്റോ എങ്ങാണം ഉള്ളത് വാങ്ങിച്ച് ഇട്ടോണം. അത് പോയാൽ അത്രയല്ലേ പോവുള്ളൂ. അതും പൊട്ടിച്ചോട്ട് പോവും അത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല എടുത്തുകൊണ്ട് പോയിട്ട്. ഇത് അല്ലാതെ സ്വർണം കുഞ്ഞുങ്ങളെയൊക്കെ അണിയിക്കുക. അതുപോലെ തന്നെ സ്വർണവും അണിഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് റോഡിൽ നടക്കുക. പിന്നെ അതുപോലെ തന്നെ ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടെ പോവുക ഈ സ്വർണം അണിഞ്ഞുകൊണ്ട്. ഇതൊക്കെ വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ജീവൻ പോലും നഷ്ടപ്പെടും. അതാണ് പ്രശ്നം ഇപ്പോൾ. കാരണം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. കള്ളനെന്നും കള്ളിയെന്നും ഒക്കെ വിളിക്കത്തില്ല ആളുകളെ, ഇത് അറിയുന്നവരെ കാണുന്നവരെ. അത് കാരണം എന്താ, ഇത് ഏതെങ്കിലും വിധത്തിൽ അടിച്ചുകൊണ്ട് പോകാനായിട്ട് ആളുകൾ നോക്കും. അത് കാരണം ഇത്രയും വിലയുണ്ട് ഇപ്പോൾ. ഒരു പവനെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ കാശ് കൈ വരത്തില്ലേ? എളുപ്പമല്ല അല്ലേ? ഈ സ്ത്രീകളുടെ കഴുത്തിലൊക്കെ ഏറ്റവും കുറഞ്ഞ എങ്ങനെയായാലും ഒരു 2 പവൻ എങ്കിലും കാണും ആവറേജ്. 1 പവൻ്റെ മാലയൊന്നും ആരും ഉപയോഗിക്കാറില്ല. 2 പവനെങ്കിലും കാണും ഒരു മാല ഏറ്റവും കുറഞ്ഞത്. അത് വലിച്ചു പൊട്ടിക്കൊണ്ട് പോയാലേ 2 ലക്ഷത്തിൽ പരം 2.5 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പോൾ അത് വേണ്ട നോക്കൂ. കള്ളന്മാരൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം. ഇത് കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ മാത്രമല്ല, പ്രായമുള്ളവരുടെ കഴുത്തിലായാലും ശരി ഇതൊന്നും ഇടരുത്. പിന്നെ പ്രത്യേകിച്ച് വൃദ്ധരുടെ കഴുത്തിൽ, അമ്മമ്മമാരുടെയൊക്കെ കഴുത്തിൽ ഇത് മാല ഇട്ടുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവൻ പോകും. എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് വലിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അവരുടെ മൂക്കും വായും ഒക്കെ പൊത്തിപ്പിടിച്ചിട്ടായിരിക്കും ഇതും വലിച്ചു പൊട്ടിക്കുന്നത്. കഴുത്ത് മുറിഞ്ഞേക്കുന്ന ആളുകളുണ്ട് ധാരാളം. ഇത് ഇപ്പം ഈ അടുത്ത സമയത്ത് ഇവിടെ എന്നെ കാണാൻ അയാൾ വന്നതാണ്. അയാൾ യഥാർത്ഥത്തിൽ അയാൾക്കൊരു അപകടം പറ്റിയത് കാരണം, പണ്ട് വണ്ടി ഓടിയ ഡ്രൈവറാണ്. അപകടം പറ്റിയത് കാരണം അയാളുടെ ഈ തല അടിച്ച് ഹെൽമെറ്റ് വന്ന് തറയിലടിച്ച് ഒരു മോട്ടോർ ബൈക്ക് ഇടിച്ചതാണ്. ഇടിച്ച് അയാൾക്ക് ഒരു ഞരമ്പിന് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് കാരണം ഇയാൾക്ക് വളരെ സെഡേഷനുള്ള ഒരു ഗുളിക ഇയാൾക്ക് കഴിക്കണം. ഇയാൾ ഒരു ദിവസം രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, പാലക്കാടോട്ട് പോവുക. ഒരു ലോഡ് എടുക്കാൻ പോയതാണ് വണ്ടിയും കൊണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്കങ്ങ് സെഡേഷനുള്ള മരുന്ന് കഴിച്ചേക്കാണ് ഉറക്കം വന്നപ്പോൾ അയാൾ റോഡ് സൈഡിൽ മറ്റൊത്തിരി കുറേ ലോറികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറയിലായിട്ട് ഈ ലോറിയും കൊണ്ടിരുന്ന് പാർക്ക് ചെയ്തിട്ട് അതിരുന്ന് ഉറങ്ങി കുറേ കഴിഞ്ഞപ്പം ഈ ആരാണ്ട് ഗ്ലാസ്സിൽ വന്ന് തട്ടുന്നു. ഗ്ലാസ് ഇട്ടുകൊണ്ടാണല്ലോ ഉറങ്ങുന്നത്. എന്നിട്ട് തട്ടി. ഓർക്കാതെ ഉറക്കത്തിൻ്റെ ഇതിൽ തന്നെ ആ ഗ്ലാസ് അങ്ങ് തുറന്ന ഉടനെ 2 പേരവിടെ നിൽക്കുക. ഒരുത്തൻ ഒരൊറ്റ ഇടി മുഖത്ത്. ആ ഇടിയോടുകൂടി ഇയാൾക്ക് അങ്ങ് ബോധം കെട്ടവരായിപ്പോയി. എന്നിട്ട് ഇയാളെ വലിച്ച് വണ്ടിയിൽ നിന്ന് അങ്ങ് വെളിയിലിട്ടിട്ട് കമഴ്ത്തി ഇട്ടിട്ട് ഇയാളുടെ കഴുത്തിലൊരു സ്വർണ്ണമാലയുണ്ട്. പിന്നെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റോ ഏതോ ഒരെണ്ണമുണ്ട്, അത് സ്വർണ്ണമാണ്. അതൊക്കെ ആളുകൾ കാണിക്കാൻ വേണ്ടി ഇടുന്നല്ലയോ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ള അയാൾ ഇടിച്ച് അവിടെ ഇട്ടങ്ങ് ഇടിച്ച് നാശമാക്കിയിട്ട് ഇയാളെ ഇതും വലിച്ചെടുത്തുകൊണ്ട് പോയി. ഇയാളുടെ പേഴ്സ് എടുത്ത് അതിനകത്ത് അയാളെ എന്നിട്ട് വണ്ടിയുടെ താക്കോലും ഊരി കൊണ്ടുപോയി. ഇയാൾ എങ്ങും ഇല്ലാതെ പോയി. ഇപ്പം രാത്രി ഏതാണ്ട് 2-2:30 മണി സമയമാണ്. നോക്കിയപ്പോൾ ഇയാൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. ഇയാളുടെ 5 പൈസയില്ല. വണ്ടി ഓണാക്കാൻ ഒക്കത്തില്ല, താക്കോല് പോയി വണ്ടിയുടെ. അങ്ങനെ ഇയാൾ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ തുറക്കത്തില്ല. ഗേറ്റിലൊക്കെ തട്ടിയിട്ടൊന്നും അവർ തുറക്കത്തില്ല. അങ്ങനെ മതിൽ ആടിക്കഴിഞ്ഞ് അയാൾ ബെല്ലടിച്ചു. അവർ വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ അടുത്തൊരു വീട്ടിൽ വീണ്ടും ചെന്നു. അവിടെ ചെന്നപ്പോഴും ഇത് തദൈവ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. ഇയാൾക്കൊന്നും കൊടുത്തുമില്ല. അതിനിടെ ഹൈവേ പെട്രോളിങ്ങിൻ്റെ ഇവന്മാരാരണ്ട് വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയിട്ട്
അയാൾ പറഞ്ഞൊരു വയറുള്ള ഒരു പോലീസുകാരനെന്ന്, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. ഏതായാലും അയാൾ വന്നിട്ട് ഇത് ഇയാൾ അടി 2 കൊടുത്തു ഇയാൾക്ക്. എന്തിനാ അടിക്കുന്നതെന്ന് ഇയാൾക്ക് പറഞ്ഞൂടാ, ആ അടിച്ചോനും അറിഞ്ഞൂടാ. വെള്ളമൊക്കെ അടിച്ചിട്ട് ചെയ്യുന്ന ആ അടിയും കൊടുത്തു. അത് കഴിഞ്ഞ് ഇയാളെ വടക്കാഞ്ചേരി അവസാനം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇയാൾ. അപ്പം അതിന് മുമ്പ് എന്ത് ചെയ്തെന്നറിയോ, ഇയാൾ അടുത്ത വീട്ടിൽ പോയി. ഇയാൾക്ക് അന്നേരം ശരിയായൊരു ബോധമില്ല. അതുകൊണ്ടാണ് ഇയാൾ അടുത്ത വീട്ടിൽ ചെന്നിട്ട് മതിലിയാടി അകത്ത് കയറി. ചെന്ന് ബെല്ലടിച്ചപ്പോൾ അവർ തുറക്കത്തില്ല. അകത്ത് ആളുണ്ട്. എണീറ്റ് ജനലിൽ കൂടെ നോക്കുന്ന ഇയാൾ കണ്ടു. ഇയാൾ അപ്പുറത്ത് പോയി ഒരു അലൂമിനിയം പാത്രം കണ്ട് അവിടെ ഇരുന്നത് അവിടുത്തെ ഒരു കല്ലിലിട്ട് ഇങ്ങനെ അടിച്ച്. പേടിക്കത്തില്ലേ ആളുകൾ, ഇയാൾ കള്ളനാന്ന് വിചാരിക്കത്തില്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്നേരം ജനലിൽ കൂടെ അവർ നോക്കുന്നുണ്ട്. ഇയാൾ എന്തെന്നറിയോ, ഒരു കല്ലെടുത്ത് ജനലിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ചു. ഇടപാട് തീർന്നു. അപ്പോൾ ഈ പോലീസുകാരെ വന്നു, ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ മോതിരങ്ങ് ഇടി തുടങ്ങി. ഇടിച്ച് പിറ്റേന്ന് വരെ അങ്ങിടിച്ചു മൊത്തം. പിന്നെ ഇയാളുടെ ഭാര്യ പിറ്റേന്ന് വൈകുന്നേരം ചെന്നപ്പോഴാണ് ഇയാളിങ്ങനെ കമന്ന് കിടക്കുന്നത്. അയാളെ ദേഹം മുഴുവൻ അടിയുടെ പാടാണ്. അത് അയാൾ അവിടെ ലോക്കപ്പിൽ ഇങ്ങനെ കമന്ന് കിടക്കുക. എന്തായാലും അവർ കേസൊന്നും എടുത്തില്ല, ഇനി വിട്ട്. കാരണം ഇയാൾ നിരപരാധി എന്ന് അവർക്ക് മനസ്സിലായി. ഈ വണ്ടി കെട്ടി വലിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ താക്കോല് ഇപ്പം ഈ കള്ളനുണ്ടല്ലോ, അവസാനം ഈ പേഴ്സും അതിനകത്ത് ഈ വണ്ടിയുടെ താക്കോലും എല്ലാം കൂടെ ഉമ്മാർ ഇത് എവിടോ ഉപേക്ഷിച്ചത് ആർക്കാ കിട്ടി. അങ്ങനെ അവസാനം അതിൽ ഈ പേഴ്സിനകത്ത് ഇയാളുടെ ഭാര്യയുടെ അഡ്രസ്സുണ്ട്, എഴുതി വെച്ചേക്കും. അത് കാരണം അത് ഇപ്പം താക്കോലും ഒക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാനാണ് ഇവിടെ വന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, ഇതുപോലെ നടക്കുന്നവരുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് ഉറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം, ഒരുപാട് അപകടങ്ങൾ പറ്റും ആളുകൾക്ക്. അതുപോലെ ഈ ഇയാൾ സ്വർണം കഴുത്തിയിട്ടതാണ് ഇയാൾക്ക് പ്രശ്നമായി. അതുകൊണ്ട് മാത്രം അയാൾക്ക് ഇഷ്ടം പോലെ അടിയോട്ട് കൊള്ളണ്ടായിട്ട് വന്നത്. ഈ സ്വർണവും കാപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചോണം.